പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നമാണ് കാലിലെ വ്രണങ്ങൾ അഥവാ ഡയബറ്റിക് ഫൂട്ട് അൾസർ. ഇത് ശരിയായ സമയത്ത് ചികിത്സിച്ചില്ലെങ്കിൽ ക്രമേണ ഗാംഗ്രീനായി കാല് മുറിച്ചു കളയേണ്ട അവസ്ഥ വരെ എത്തിച്ചേരാം. അതിനാൽ വളരെ ശ്രദ്ധയോടെ ചികിത്സിക്കേണ്ട ഒരു രോഗമാണ്. ഇന്ന് റോഡപകടങ്ങൾ കഴിഞ്ഞാൽ കാല് നഷ്ടപ്പെടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു രോഗമാണ് പ്രമേഹം. ഇന്നത്തെ ആഹാര രീതിയും ജീവിത രീതിയും കൊണ്ട് കേരളത്തിൽ 5-ൽ ഒരാൾക്ക് പ്രമേഹം ഉണ്ട് എന്നതാണ് കണക്ക്. നമ്മുടെ വീട്ടിലോ അടുത്ത ബന്ധുക്കളിലോ ഒരാൾ പ്രമേഹ രോഗിയായിരിക്കും. ഇത്തരത്തിൽ പ്രമേഹം വർദ്ധിച്ചതോടുകൂടി പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷനുകളായ ഡയബറ്റിക് ന്യൂറോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, അതുപോലെ തന്നെ ഡയബറ്റിക് നെഫ്രോപ്പതി എന്നീ രോഗങ്ങളും വളരെ കൂടുതലായി നമുക്ക് പരിചയം ആയി കഴിഞ്ഞു. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുന്നതിനെയാണല്ലോ നാം ഡയബറ്റിസ് എന്ന് പറയുന്നത്. ഇതിൽ ടൈപ്പ് 2 ഡയബറ്റിസ് ആണ് ഏറ്റവും പ്രധാനമായി കൂടുതലായി കണ്ടുവരുന്നത്. ഇത് നമ്മുടെ ആഹാര രീതിയും ജീവിത രീതിയിലും ഉള്ള തകരാറ് കൊണ്ട്, ഇൻസുലിൻ റെസിസ്റ്റൻസ് കൊണ്ട് ഉണ്ടാവുന്നതാണ് എന്ന് നമുക്കറിയാം. ഇതിൽ ഇൻസുലിൻ വർദ്ധിപ്പിക്കുന്നതോ അതുപോലെ തന്നെ ഇൻസുലിൻ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതും വലിയ പ്രയോജനം ചെയ്യുന്നില്ല. ഇത് ആകെയുള്ള പ്രമേഹ രോഗികളിൽ 90 മുതൽ 95% വരെ ഇത്തരത്തിൽ ടൈപ്പ് 2 ഡയബറ്റീസിൽപ്പെട്ടവരാണ്. പക്ഷേ 5 മുതൽ 10% വരെ ആൾക്കാർക്ക് ടൈപ്പ് 1 ഡയബറ്റിസ് ആണ്. ഇത് പ്രധാനമായും ഓട്ടോ ഇമ്മ്യൂണിറ്റി കൊണ്ട്, നമ്മുടെ പ്രതിരോധ ശേഷികളിലുള്ള തകരാറ് കൊണ്ട് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിച്ചു പോവുകയോ തീരെ വളരെ കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് മൂലം ഇൻസുലിൻ പ്രൊഡക്ഷൻ കുറയുന്നത് കൊണ്ടാണ് ഉണ്ടാവുന്നത്. ഇതിൽ ഇൻസുലിൻ കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇൻസുലിൻ വർദ്ധിപ്പിക്കുന്നതുമായുള്ള മരുന്നുകൾ ഗുണം ചെയ്യും. ഇത് പ്രധാനമായും കുട്ടികളിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്നതോടൊപ്പം പ്രമേഹത്തിൽ സൂക്ഷ്മമായ രക്തക്കുഴലുകളെയും അത് ബാധിച്ചു തുടങ്ങുന്നു. ഇത്തരത്തിൽ ബാധിക്കുമ്പോൾ നാഡീഞരമ്പുകൾക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകൾക്ക് തകരാറ് സംഭവിച്ച് ക്രമേണ നാഡീഞരമ്പുകൾക്ക് ബലക്ഷയം വരുന്നതോടുകൂടിയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ആരംഭിക്കുന്നത്. ഇത് പൊതുവെ ആദ്യം ബാധിക്കുന്നത് കാലുകളെയാണ്. കാലിൽ തരിപ്പ് അനുഭവപ്പെടുക, ചൂട്, തണുപ്പ്, വേദന ഇവ കൂടുതലായോ അറിയാതിരിക്കുകയോ ചെയ്യുക, ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങളായി കാണുന്നത്. ഇതുമൂലം തൊലി വരണ്ടു പോവുക, രോമങ്ങൾ കൊഴിയുക, കാലിനടിയിൽ തൊലിയിൽ കട്ടിയായി വരിക, വിണ്ട് കീറുക തുടങ്ങിയ ലക്ഷണങ്ങളും കാണാം. തുടർന്ന് ക്രമേണ അത് വ്രണങ്ങളായി മാറാം. കൂടാതെ കല്ല് തട്ടിയോ അല്ലെങ്കിൽ ആണി മുതലായവ തട്ടിയിട്ടോ മറ്റ് ഉണ്ടാകുന്ന വ്രണങ്ങളും വിട്ടുമാറാതെ അത് ദീർഘകാലം നിലനിൽക്കാം. ഇത്തരത്തിൽ നിലനിൽക്കുന്ന വ്രണങ്ങൾ ക്രമേണ പഴുക്കുകയും അത് ദീർഘനാൾ ഒരു ഉണങ്ങാത്ത വ്രണമായി നിലനിൽക്കുകയും ചെയ്യാം. അങ്ങോട്ടുള്ള രക്ത ഓട്ടം ക്രമേണ നിലച്ചാൽ അത് ഒരു ഗാംഗ്രീനായി ആ ഭാഗം നശിച്ചു പോകാം. അതിനെ വീണ്ടും ചികിത്സിച്ച് നേരെയാക്കുക ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ഗാംഗ്രീൻ ഉള്ള ഭാഗം ക്രമേണ മുറിച്ചു കളയേണ്ട സ്ഥിതിയിലേക്ക് എത്താം. അത് ഒരു വിരൽ മാത്രമോ കാലിൻ്റെ പാദത്തിൻ്റെ ഒരു ഭാഗമോ കാലിൻ്റെ ഒരു ഭാഗമോ മുറിച്ചു മാറ്റേണ്ട സ്ഥിതിയിൽ എത്തിച്ചേരാം. ഗാംഗ്രീൻ ആയില്ലെങ്കിലും ഇത്തരത്തിൽ ഉണങ്ങാതെ നിൽക്കുന്ന വ്രണങ്ങളുള്ള ഭാഗത്തേക്ക് രക്തസഞ്ചാരം വളരെ കുറഞ്ഞതിനാൽ കഴിക്കുന്ന മരുന്നുകളുടെ അംശം ആ ഭാഗത്ത് എത്തിച്ചേരുക തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം വ്രണങ്ങൾ ഉണക്കിയെടുക്കുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇത് മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന വ്രണങ്ങളായി തുടരുകയും അത് രോഗിക്കും ബന്ധുക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി തീർക്കുന്നു. ആയുർവേദത്തിൽ പ്രമേഹത്തിനും അതിൻ്റെ ഉപദ്രവ രോഗമായ വ്രണങ്ങൾക്കും ഫലപ്രദമായ ചികിത്സകൾ വിധിക്കുന്നുണ്ട്. പ്രമേഹ ശമനവും അതുപോലെ തന്നെ വ്രണശമനവുമായ മരുന്നുകൾ അകത്തേക്ക് കഴിക്കുക, വ്രണങ്ങൾ ശുദ്ധിയാകുന്നതിന് വേണ്ടി മരുന്നുകൾ ഇട്ട് തിളപ്പിച്ച കഷായം കൊണ്ട് ധാര ചെയ്യുക, വ്രണത്തിൽ മരുന്നുകൾ വെച്ച് കെട്ടുക തുടങ്ങിയ വിവിധ പ്രയോഗങ്ങളിലൂടെ ഇത്തരം വ്രണങ്ങളെ ഫലപ്രദമായി ചികിത്സിക്കാൻ ആയുർവേദത്തിന് സാധിക്കുന്നുണ്ട്. ആരഗ്വതാദി, നാൽപ്പാമരാദി, ത്രിബലാദി, ഉളൂച്ചാദി തുടങ്ങിയ മരുന്നുകൾ ധാരയ്ക്കായി ഉപയോഗിക്കുന്നു. അതുപോലെ വ്രണശമനത്തിനായിട്ട് ജാത്യാദി, ശതദൗതം, മഹാതിക്തകം, പാരന്ത്യാദി തുടങ്ങിയ ഔഷധങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ രോഗത്തിൻ്റെ അവസ്ഥയും അതുപോലെ തന്നെ ദോഷാവസ്ഥയും ഒക്കെ പരിഗണിച്ച് പരിചയസമ്പന്നരായ ആയുർവേദ ഡോക്ടർമാർ കൃത്യമായി ചികിത്സിക്കുന്നതിലൂടെ മാസങ്ങളും വർഷങ്ങളും നീണ്ടുനിന്ന പ്രമേഹ വ്രണങ്ങൾ 1-2 മാസം കൊണ്ട് ഫലപ്രദമായി ഉണക്കിയെടുക്കാൻ വേണ്ടി സാധിക്കാറുണ്ട്.
വ്രണം ഉണങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ടുള്ള രക്തസഞ്ചാരം കൂട്ടാനും ഞരമ്പുകളുടെ ശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടി ധാരകളും ലേപനങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇതിലൂടെ അവിടെയുള്ള നിറവ്യത്യാസവും അതുപോലെ തന്നെ തരിപ്പ്, മറ്റുള്ള അസ്വസ്ഥതകൾ ഒക്കെ മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ദീർഘകാലത്തെ ഇത്തരത്തിലുള്ള ചികിത്സയിലൂടെ ഔഷധങ്ങൾ അകത്തേക്ക് കൊടുക്കുക, അതുപോലെ വ്യായാമം, ആഹാരത്തിലുള്ള പഥ്യക്രമം, ഇതിലൂടെ പ്രമേഹത്തെ കുറക്കുവാനും ഇത്തരത്തിലുള്ള ന്യൂറോപ്പതി മാറ്റിയെടുക്കാനും ദീർഘകാല ചികിത്സയിലൂടെ നമുക്ക് സാധിക്കും. ഇതിന് എത്രയും നേരത്തെ ചികിത്സ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനം. അസുഖം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ അസുഖം വരാതെ നോക്കുക എന്നതും വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ചികിത്സക്കായി ഔഷധങ്ങളും മറ്റ് മരുന്നുകളും ഉപയോഗിക്കുകയും പഥ്യക്രമം നോക്കുന്നതിനോടൊപ്പം കാലുകളുടെ സംരക്ഷണത്തിനായി ദിവസവും കാലിനെ കൃത്യമായി പരിശോധിക്കുക എന്നതും പ്രധാനമാണ്. രോഗി സ്വയം നോക്കുന്നത് കൂടാതെ രോഗികളുടെ വീട്ടിലുള്ള മറ്റാരെങ്കിലും രോഗിയുടെ കാലുകൾ ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾക്ക് കണ്ണിനും കൂടി അസുഖം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നിരിക്കാം. അപ്പോൾ കാലിൽ എന്തെങ്കിലും അസ്വാഭാവികമായി കണ്ടാൽ ഡോക്ടറുടെ നിർദ്ദേശം തേടേണ്ടതാണ്. രോഗിയുടെ ചെറിയ അശ്രദ്ധ പോലും വ്രണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നതിനാൽ രോഗി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറയാം. പ്രത്യേകിച്ച് നഖം മുറിക്കുമ്പോൾ വളരെ ശ്രദ്ധ ആവശ്യമാണ്. ബ്ലേഡോ കത്തിയോ അതുപോലെ തന്നെ കത്രികയോ ഒക്കെ ഉപയോഗിച്ച് നഖം മുറിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ വ്രണങ്ങൾ പിന്നീട് വലിയ വ്രണങ്ങളായി ഇത്തരത്തിൽ അൾസറായി മാറാം. അതുപോലെ തന്നെ ചൂടുവെള്ളം കാലിലൊഴിക്കുമ്പോൾ കുളിക്കാനോ അല്ലെങ്കിൽ കാല് കഴുകാനോ ചൂടുവെള്ളം ഉപയോഗിക്കുമ്പോൾ ചൂടും തണുപ്പും വ്യക്തമായി ശരിയായിട്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഈ ഡയബറ്റിക് ന്യൂറോപ്പതി രോഗികൾക്ക് ഉണ്ടാവുന്നത് കൊണ്ട് അതിലും വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. കൂടാതെ ചെറിയ പുറത്ത് നടക്കുമ്പോൾ ചെരുപ്പ് ഉപയോഗിക്കാതെ നടക്കുന്നത് കല്ലോ ആണിയോ ഇത്തരത്തിൽ എന്തെങ്കിലും തറക്കാൻ ഇടയാക്കാം. അതും ഇതുപോലെ വ്രണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ അളവിൽ അയാളുടെ കാലിനനുസരിച്ച് ഉണ്ടാക്കിയെടുത്ത ചെരുപ്പ് സ്ഥിരമായി രോഗി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പുറത്ത് നടക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിൽ ചെരുപ്പ് ഉപയോഗിക്കുകയും വേണം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ചെറിയ ഒരു അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഇത്തരം വ്രണങ്ങളെ ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ജീവിതാവസാനം വരെ നമുക്ക് താങ്ങായി നിൽക്കേണ്ട കാലുകളെ സംരക്ഷിക്കാൻ പ്രമേഹ രോഗി ഒരിക്കലും മടി കാണിക്കരുത്.